ഹലോ, അസ്സലാമലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇത് കാണുമ്പോൾ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. ഇതാണ് ബിരിഞ്ചി ചോറ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര കുട്ടിക്കാലത്ത് ഓർമ്മയുള്ള ഒരു ചോറാണ്. നമ്മുടെ ബിരിയാണി മന്തിയൊക്കെ കണ്ട് ഇതിൻ്റെ മുന്നിൽ മാറി അങ്ങോട്ട് നിൽക്കും കേട്ടോ. അധികം സാധനങ്ങളൊന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ചോറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ബീഫും കായും കൂടി വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കിയൊരു ബീഫ് കറിയാണ്. അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറുവ അരിയാണ് ഇവിടെ എടുക്കുന്നത്. മട്ട അരി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലാകെ ശ്രദ്ധിക്കേണ്ടത് അരി എടുക്കുമ്പോൾ ഉള്ള അളവ് മാത്രമേ നോക്കേണ്ടുള്ളൂ. നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം വേണം. അപ്പോൾ ഇതാ ഈ ഒരു കുറുവ അരിയാണ് എടുക്കുന്നത്. ഇതിന് ബിരിയാണി അരി, ബസ്മതി റൈസ് അങ്ങനെ ഒന്നും എടുക്കരുത് കേട്ടോ. നമുക്ക് ഈ ഒരു അരി തന്നെ വേണം. നമുക്ക് നമ്മൾ ചോറ് വെക്കണ അരി ഉണ്ടല്ലോ. അപ്പോൾ ഞാനിത് അവിടെ കുറുവ അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഈ ഒരു പാത്രം കൊണ്ട് 4 പാത്രം അരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 250 ഗ്രാമാണല്ലോ. അപ്പോൾ ഒരു കിലോനായിട്ടാണ് ഞാനിവിടെ അരി എടുക്കുന്നത്. അപ്പോൾ അളന്നെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അളന്നിട്ട് തന്നെ എടുക്കണം. അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 4 പാത്രം അരി എടുത്തിട്ടുണ്ട്. ഇനി അരി കുതിർക്കാനൊന്നും വെക്കണ്ട, നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി അതിനനുസരിച്ചിട്ട് വെള്ളം എടുക്കണം. അപ്പോൾ ഒരു പാത്രം അരിക്ക് നമ്മളിവിടെ എടുക്കുന്നത് ഈ ഒരു പാത്രം കൊണ്ട് 3 പാത്രം വെള്ളമാണ് കേട്ടോ. മനസ്സിലായോ? ഒരു ഏതായാലും ഒരു ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ അതേ ഗ്ലാസ് കൊണ്ട് 3 ഗ്ലാസ് വെള്ളം എടുക്കണം. ഇത് ജയ അരിയൊക്കെ ആണെങ്കിൽ ആ ഒരു 4 ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അളവ് മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അളന്ന അതേ പാത്രത്തിൽ 12 പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് മറന്നു പോകും. അത് കാരണം വേഗം വെള്ളം എടുത്ത് വെച്ചു. പിന്നെ ഗ്രാമ്പു, പട്ട, ഏലക്ക, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതായിട്ട് വേണ്ടതുള്ളത്. ആ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകൊന്നും ഇടരുതിട്ട്, ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക്. പട്ട, ഏലക്ക, ഗ്രാമ്പു, അതുപോലെ പെരിഞ്ചീരകം, ഇത്ര മാത്രം മതി. അപ്പോൾ അത് മാറ്റി വെക്കുക. പിന്നെ കുറച്ച് നാളികേരം ഉണ്ട്, അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് ചതച്ചെടുക്കണം കേട്ടോ. അതിൽ പെരിഞ്ചീരകമൊക്കെ ഇട്ടിട്ട് നമുക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും വേഗം ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു 1/2 കപ്പ് 3/4 കപ്പോളം വെള്ളമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടി ലാസ്റ്റാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ചതച്ചെടുക്കുക വേണ്ടത്, അരച്ചെടുക്കരുത്. അപ്പോൾ അതാ ഇതും അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ചധികം ചുവന്നുള്ളി വേണം. ചെറുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അത് വേണം. ഈ ഒരു സാധനം ഒരിക്കലും ഒഴിവാക്കരുത്. ബിരിഞ്ചി ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സാധനം മസ്റ്റായിട്ട് വേണം. അപ്പോൾ അതിനായിട്ട് കുറേ അധികം ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളിയുടെ കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം തൊലിരിഞ്ഞെടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുക. അപ്പോൾ ഞാനിത് ആ ഒരു പാത്രത്തിൽ 1 കപ്പോളം ഉണ്ടാവും, അതെടുത്തിട്ടുണ്ട്. ഇനിയൊന്ന് ചോപ്പറിൽ വെച്ചിട്ട് വലിച്ചെടുക്കുക കേട്ടോ. ഈ ചെറിയ ഉള്ളിയാണല്ലോ, അപ്പോൾ അതങ്ങനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകാരണം ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടൊന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യണത്. ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് കൈ വെച്ചിട്ടൊക്കെ അരിഞ്ഞെടുക്കുക, പക്ഷേ അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആക്കി വെച്ചിട്ടുണ്ട്. സബോള എടുക്കരുത് കേട്ടോ, ചെറുള്ളി തന്നെ വേണം. ഈ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ചെറുള്ളി തന്നെ വേണം, സബോള എടുക്കരുത്. അപ്പോൾ ഇത്ര സാധനങ്ങൾ മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനത് അടുപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ചോറിന് വേവുണ്ടല്ലോ, പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ ക്ഷാമം കൂടി ആകുമ്പോൾ അടുപ്പത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിതാ ഈ ഉരുളിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അത് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്, നെയ്യ് ഒഴിക്കരുത്. തനി നാടൻ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാനത് മാറ്റി വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല നാടൻ ബീഫ് കറിയാണ് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇന്ന് നമുക്ക് താളിച്ചൊഴിക്കാനുള്ളത് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ ഉള്ളി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് നന്നായി മുരിഞ്ഞ് കളറ് മാറി വരുമൊന്നും വേണ്ട, എന്നാലും മുരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അത് ആ ഒരു സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കുക. ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ചോറിനൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു ചോറിന് ഒരുപാട് ഓർമ്മകളുണ്ട് കേട്ടോ. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പള്ളിക്കൽ നിന്ന് കിട്ടിയിരുന്നത്. നിബിദിനത്തിനാണ് ഞങ്ങളവിടെ ഇത് കിട്ടാറുള്ളത്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം എന്ന് പറയാൻ വീടിൻ്റെ അടുത്തായിരുന്നു പള്ളി. മദ്രസ കുറച്ച് നീങ്ങിയിട്ടാണ്, പക്ഷേ നിസ്കാരപ്പള്ളി വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ അത് കാരണം രാവിലെ തന്നെ വേഗം കുളിച്ചിട്ട് അവിടെ പോയി നിൽക്കും. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. നമുക്ക് അറിയാമല്ലോ, നിബിദിന റാലിക്ക് ആൾക്കാർ പോകുമ്പോഴും പിന്നെ പള്ളിയുടെ അവിടെ നിന്നൊക്കെ നമുക്ക് പഴവും സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അന്നത്തെ രാവിലെ അങ്ങനെ കഴിയും. പിന്നെ ഒരു 11 മണിയാകുമ്പോഴത്തേനും ഈ ബിരിഞ്ചി ചോറ് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് രാവിലെ ഒന്നും കഴിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം കേട്ടോ. മഞ്ഞ കളറാണല്ലോ, നല്ല മഞ്ഞ കളർ കിട്ടണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടി കരിഞ്ഞ് പോവരുത് കേട്ടോ. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം. ആ സമയത്തൊന്ന് തീയൊന്ന് കുറച്ച് കൊടുത്താൽ മതി. അടുപ്പിലൊക്കെ ആണെങ്കിൽ ആ വിറകും കൊള്ളി ഒന്ന് മാറ്റി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതാ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി വെള്ളം തിളച്ച് വരട്ടെ, അപ്പോഴത്തേന് നമ്മളെ കഥ തുടരാല്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പള്ളിക്ക് നിന്ന് ചോറ് കിട്ടുമല്ലോ, നമുക്കൊരു 11 മണിയാകുമ്പോഴത്തേനും ചോറ് കിട്ടും. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയൊക്കെ ആ ഒരു ചോറ് തന്നെയാവും. അത്
എത്ര വേറെ എന്ത് കഴിച്ചാലും ആ ഒരു വിരിഞ്ചി ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പെരുന്നാളായപ്പോൾ എന്തായാലും കഴിക്കാനൊരു പൂതിയായിരുന്നു. പിന്നെ മോനിക്കാണെങ്കിൽ അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ അത് കാരണം അവനക്ക് എന്തെങ്കിലും പരിപാടികളുള്ള ദിവസം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കും ഇത് ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതും തേങ്ങാച്ചോറും കൂടി നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. തേങ്ങാച്ചോറിൽ കുറേ ഉലുവൊക്കെ ഇട്ടിട്ട് അത് വേറെ ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റാണ്. രണ്ടും ഒരുപോലെ അല്ല, രണ്ടിനും അതിൻ്റേതായ രുചി വ്യത്യാസങ്ങളുണ്ട്. രണ്ടും കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നതിൻ്റെ ശേഷം ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ഇതിന് മഞ്ഞച്ചോറ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വിരിഞ്ചി ചോറ് എന്ന് പറയും. ഇനി വേറെ എന്തെങ്കിലും ചോറുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. തേങ്ങാച്ചോറല്ല ഇത്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചോറ് അടി പിടിക്കുമല്ലോ. ചോറ് നമ്മൾ അരി വെള്ളത്തിലിട്ട് കൊടുത്താൽ ഒന്ന് ഇളക്കി കൊടുക്കില്ല, അതുപോലെ ഇളക്കി കൊടുക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വിട്ടു പോയതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതൊന്ന് വറ്റി വരിക വേണ്ടുള്ളൂ. ഇതേ അളവിന് വെള്ളം എടുക്കുകയാണെങ്കിൽ നമുക്കത് അടി പിടിക്കില്ല. അതുപോലെ തന്നെ നമുക്കത് നന്നായി ആവശ്യത്തിന് വെന്ത് വരും. നല്ല വെന്തിട്ട് വരുന്ന ചോറല്ല വിരിഞ്ചി ചോറ്. ഇങ്ങനെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ കുഴഞ്ഞു പോവില്ല, അതുപോലെ ആവരുത്. നല്ല അത്യാവശ്യം വെന്ത് വന്നാൽ മതി. എന്നാലാണ് നമുക്ക് ആ ചോറിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് മുഴുവനായിട്ട് വേവണ ഒരു ചോറല്ല. നമുക്കൊരു മുക്കാൽ വേവ് അങ്ങനെയൊക്കെ ഒരു വേവ് ഉണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചോറ് കഴിക്കില്ലേ, അതേ വേവാണ് ഇതിനുണ്ടാവുള്ളൂ. അപ്പോൾ അതേ വേവിൽ തന്നെ എടുക്കണം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു സമയത്താണ് നാളികേരം അരച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് പെരുംജീരകം കൂടി, വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് അരക്കല്ല ചതച്ചെടുത്തതാണ്. അരക്കരുത് കേട്ടോ, ചതച്ചിട്ട് തന്നെ എടുക്കണം. 1-2 കറക്കിൽ കണ്ട് കറക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നന്നായി ചതഞ്ഞ് വരും. ഇനി അതും കൂടി ഇട്ടതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നാളികേരത്തിൻ്റെ കൂട്ട് ആ ചോറിലേക്ക് എല്ലാ ഭാഗത്തേക്ക് ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത് നമ്മൾ മുന്നിട്ട് കൊടുക്കാത്തത് അടി പിടിക്കും. നാളികേരം ഒഴിച്ചാൽ എന്തായാലും കറി ആയാലും എന്തായാലും പെട്ടെന്ന് അടി പിടിക്കുമല്ലോ. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതെന്തായാലും ഒഴിവാക്കരുത് കേട്ടോ. ഈ നാളികേരം അരച്ചൊഴിക്കണം. ഇതൊഴിച്ചാലാണ് നമുക്ക് ആ ഒരു വിരിഞ്ചിയുടെ ഒരു ലാസ്റ്റ് പൂർണ്ണമാവുള്ളൂ. ഇനി ഇതാ കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഫസ്റ്റത്തെ നാളികേരം അരച്ചൊഴിക്കില്ല, എന്തായാലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇനി ഇതാ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ചെറുതായിട്ടൊന്നും കൂടി വറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ബിരിഞ്ചി ഇവിടെ നന്നായി അടിപൊളിയായി വന്നിട്ടുണ്ട്. ഒരു വറ്റുമ്പോൾ ഒരു വറ്റ് തൊടില്ല എന്നൊക്കെ പറയില്ല, അതുപോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഉണ്ടാക്കിയെടുക്കാനൊക്കെ വളരെ എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങൾ കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതും കുറേ എടുത്തിട്ടൊന്നും ഉണ്ടാക്കേണ്ട കേട്ടോ. ഒരു നാഴി അല്ലെങ്കിൽ 1.5 നാഴിയൊക്കെ എടുത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ. നമ്മൾ പിന്നെ എന്തുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് 2-3 സ്ഥലത്തേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. ഇവിടെ മോൻ എന്തായാലും കഴിക്കില്ല, ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് ഇഷ്ടമാവില്ല. നമുക്കൊക്കെ ഒരുപാട് ഓർമ്മകളുള്ളതാണല്ലോ. അത് കാരണം അങ്ങനത്തെ ഫുഡിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, മന്തിയും ബിരിയാണിയൊക്കെ ഇതിൻ്റെ മുന്നിൽ മാറി നിൽക്കും. ഇത് കഴിച്ചവർക്കാണ് അറിയുള്ളൂ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കുക. അധികം പണികളൊന്നും ഇല്ല, അധികം സാധനങ്ങൾ വേണ്ട, വേസ്റ്റ് ആക്കാനൊന്നുമില്ല. അപ്പോൾ ഇനി എന്തായാലും ബീഫോ ചിക്കനൊക്കെ മേടിക്കുന്ന സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ. ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും ചിലവരിത് കട്ടൻ ചായ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നത് കാണാട്ടെ. എനിക്ക് എന്തായാലും ഇത് കറി നിർബന്ധമാണ്. കറിയില്ലാതെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ നല്ല ചോറാണ് കേട്ടോ, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നമ്മളിത് അതിൻ്റെ കൂടെ ബീഫ് കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്, ബീഫും കായും കൂടിയിട്ടുള്ളത്. കണ്ട എന്ത് ഭംഗിയാണല്ലേ ചോറ് കാണാൻ തന്നെ. അപ്പം ഉണ്ടാക്കി നോക്കി നോക്കൂ കേട്ടോ, മറക്കല്ലേ. അപ്പോൾ ഇതാ ഈ ചോറിൻ്റെ കൂടെ ഞാൻ ബീഫും കായും കൂടിയുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതാ ആ ഒരു ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇലയിൽ തന്നെയാണ് വിളമ്പി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇലയിലേക്ക് ചോറ് വിളമ്പി കൊടുത്തു. ഇനി നമ്മുടെ ബീഫ് കറി ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ബീഫ് കറി ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ രീതിക്കുള്ള ഒരു ബീഫ് കറിയാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തു. ഇനി ഇതാ ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കണതാണ് കായും പയറും കൂടിയിട്ട് നാളികേരം അരച്ചിട്ടുള്ളൊരു കറി. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും ഉണ്ടാക്കുമെന്ന് അറിയില്ല. എൻ്റെ ഉമ്മയുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വിരിഞ്ചുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതിനെ പറ്റിയിട്ട് നല്ല ഓർമ്മകളുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോട്ടെ, കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.